നമ്മുടെ മാത്തൂരിൽ വിപിൻ സി വിജയൻ ഉണ്ട്. വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിപിൻ സി വിജയൻ, ഈ ബൂത്തിൽ എങ്ങനെയാണ് അവസ്ഥ? മാത്തൂരിൽ പൊതുവേ പോളിംഗ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? അവിടെ എല്ലാം സുഗമമാണ് എന്ന് വിശ്വസിക്കുന്നു. SKN ആഷ്മി, ഇപ്പോൾ മാത്തൂർ പഞ്ചായത്തിലെ ബൂത്തുകളിൽ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഒരു 6 മണി മുതൽ തന്നെ ഒരു നീണ്ട ക്യൂ നമുക്കിവിടെ കാണാൻ സാധിച്ചിരുന്നു. മാത്തൂർ പഞ്ചായത്ത് നമുക്കറിയാവുന്ന പോലെ തന്നെ LDF വലിയ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സ്ഥലമാണ്. ഒരു LDFന്റെ കോട്ട എന്ന് തന്നെ, CPMന്റെ കോട്ട എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥലമായിട്ടാണ് മാത്തൂർ അറിയപ്പെടുന്നത്. കാരണം 2021 ഈ 3-ാം സ്ഥാനത്തേക്ക് ഈ മണ്ഡലത്തിൽ CPM പിന്നിലേക്ക് പോയപ്പോഴും ഈ ഭൂരിപക്ഷം കുറച്ചെങ്കിലും, അതായത് 500-ൽ താഴെ വോട്ടുകൾക്കെങ്കിലും ഭൂരിപക്ഷം നേടാനായത് മാത്തൂർ പഞ്ചായത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അതൊരു വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഈ രാവിലെ കാണുന്ന നീണ്ട ക്യൂ ഒരു ആർക്ക് ഗുണമാകും എന്നുള്ളത് കൂടിയാണ് ഇനി അറിയാനുള്ളത്. ഇവിടെ 4 ബൂത്തുകളുള്ള ഒരു സ്കൂളിലാണ് ഞാൻ ഉള്ളത്. ഈ 4 ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ ഈ ജോലിക്കൊക്കെ പോകാനുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർ അതിരാവിലെ വന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നാടിളക്കിയുള്ള ഒരു പ്രചാരണമായിരുന്നു കഴിഞ്ഞ 1 മാസമായി നടന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവർ എത്രയും വേഗം, കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവസാന സമയത്തേക്കായിരുന്നു അധികം വോട്ട് ചെയ്യാനൊക്കെ വരികയുണ്ടായിരുന്നത്. എന്നാൽ അത് മാറി ഇപ്പോൾ രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്യാനുള്ള തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 4 ബൂത്തുകളാണ് ഈ പ്രദേശത്ത് ഉള്ളത്. ചേട്ടൻ എവിടുന്നാണ്? രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. രാവിലെ തന്നെ വരാമെന്ന് വെച്ചു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ട്രെൻഡ്? എങ്ങനെയുണ്ട്? ട്രെൻഡ് കുഴപ്പമില്ല, നല്ല കോമ്പറ്റേറ്റീവ് ആണ് എല്ലാവരും. 3 പേരും കനത്ത മത്സരമാണ്, വളരെ കനത്ത മത്സരമാണ്. അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു മത്സരം ഉണ്ടായിട്ടില്ല, അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. വളരെ കനത്ത സജീസ്. മാത്തൂർ ഒരു LDF കേന്ദ്രമായിട്ടൊക്കെയാണല്ലോ നമ്മൾ വിലയിരുത്തുന്നത്. എങ്ങനെയുണ്ട്? അതെ, തീർച്ചയായിട്ടും ശക്തമായ മത്സരമാണ്. അതെ. അപ്പോൾ അങ്ങനെയാണ് രാവിലെ തന്നെ ഇതാ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ നീണ്ട നിര നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം മാത്തൂർ പഞ്ചായത്തിൽ 22 ബൂത്തുകളാണുള്ളത്. ഈ 22ലും രാവിലെ ആദ്യത്തെ അരമണിക്കൂർ പിന്നിടുമ്പോൾ നീണ്ട ക്യൂ എന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയാണ്. ഇത് ആർക്കനു മാത്തൂരെ ബൂത്തുകളിലെ കാഴ്ച പ്രേക്ഷകർ കാണുകയായിരുന്നു. ഈ രാവിലെ മുതൽ 7:30 ആകുമ്പോൾ തന്നെ വലിയ ക്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യമായ ക്യൂ മാത്തൂരിലെ പല ബൂത്തുകളും കാണാം. മാത്തൂർ മാത്രമല്ല, കണ്ണാടി ആവട്ടെ, പിരായിരി ആവട്ടെ, നഗരസഭയുടെ പല ഭാഗങ്ങളാവട്ടെ, എല്ലായിടത്തും ബൂത്തുകളിൽ വലിയ നിരത. ഷാഫി പറമ്പിൽ MLA, എനിക്ക് തോന്നുന്നു MP, മുൻ MLA ഇപ്പോൾ MP, മണപ്പുള്ളിക്കാവിലെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. അവിടെ നിഖിൽ പ്രമേശ് ആയിരുന്നു. നിഖിൽ, മണപ്പുള്ളിക്കാവ് ഒരു സ്റ്റാർ ബൂത്താണ്. ആ സ്റ്റാർ ബൂത്തിൽ സി കൃഷ്ണകുമാർ അല്ല, ഷാഫി പറമ്പിൽ MP അവിടെ വോട്ട് ചെയ്യുന്നു. മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ വോട്ട് ചെയ്യാനുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണ്? ബൂത്തുകളുടെ അവസ്ഥ എന്താണ്? ക്യൂ ഉണ്ടോ നിഖിൽ? ഗുഡ് മോർണിംഗ് ആഷ്മി. SKN, നല്ല തിരക്കുണ്ട്. സാധാരണ ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സാധാരണ ഈ ബൂത്തിലെത്തി 7 മണിക്ക് തന്നെ വോട്ട് ചെയ്ത് മടങ്ങാറാണ് ഷാഫി പറമ്പിൽ. എന്തായാലും അദ്ദേഹം അപ്പോൾ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. സാമാന്യം നല്ല തിരക്ക് ഈ അതിരാവിലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം ഈ 3 മുന്നണികളും നടത്തിയിട്ടുള്ള കൊണ്ടുപിടിച്ച പ്രചരണങ്ങളുടെ ഒരു ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പോളിംഗ് ശതമാനം ഉയരേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ് ഈ ആദ്യ മണിക്കൂറുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രായമായ ആളുകൾ, വയോധികരൊക്കെ തന്നെ അതിരാവിലെ തന്നെ എത്തിച്ചേർന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ള ഈ 93-ാം ബൂത്തിന് സമീപത്ത് തന്നെയാണ് മണപ്പുള്ളിക്കാവ് ക്ഷേത്രം. അവിടെ എത്തി രാവിലെ തന്നെ 2 സ്ഥാനാർത്ഥികളും രാഹുൽ മാങ്കൂട്ടത്തിലും ഡോക്ടർ P സരിനും അവിടെ എത്തി പ്രാർത്ഥനകളൊക്കെ നടത്തിയ ശേഷമാണ് മടങ്ങിപ്പോയത്. ഇപ്പോൾ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്യൂ ഉണ്ട് അദ്ദേഹത്തിന് മുന്നിൽ.